നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി കേരളം ഭയക്കുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പേരിലാണ്. നമ്മുടെ യുവതയെ മാത്രമല്ല, സ്കൂൾ വിദ്യാർത്ഥികളെ പോലും നശിപ്പിക്കുന്ന തലത്തിലേക്ക് ലഹരി കച്ചവടം പടർന്നു കയറി. കേരളത്തിൻ്റെ ഭരണകൂടം എന്തുകൊണ്ട് ഇത്ര നിസ്സംഗമാകുന്നു എന്ന സംശയം. മറുവശത്ത് പോലീസും എക്സൈസും ഒക്കെ നോക്കുകുത്തികളായി നിൽക്കുന്നു. ആരാണ് ഇതിനുത്തരവാദി? പരസ്പരം പഴിചാരുന്നതിനിടയിൽ ഇപ്പോഴിതാ അടൂർ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ രൂക്ഷമായ ആരോപണമുയർത്തുന്നത് സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു കൗൺസിലർ. ഏറെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് CPM ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. അടൂർ നഗരസഭാ അധ്യക്ഷയ്ക്ക് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് CPM കൗൺസിലർ റോണി പാണംതുണ്ടിലാണ്. റോണിയോട് വിശദീകരണം തേടാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ പറഞ്ഞ കാര്യത്തിൽ ഉയർത്തിയ ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് റോണി ഇപ്പോഴും പറയുന്നത്. CPM അടൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് അടൂർ നഗരസഭ അധ്യക്ഷയായ ദിവ്യ റെജി മുഹമ്മദ്. ദിവ്യ റെജി മുഹമ്മദിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഇപ്പോൾ റോണി ഉയർത്തിയിരിക്കുന്നത്. നഗരത്തിൽ യുവാക്കൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന മാഫിയകൾക്ക് നഗരസഭ അധ്യക്ഷ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുവെന്നാണ് കൗൺസിലറുടെ ആരോപണം. നഗരസഭാ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം പ്രതികരണം റോണി ഇട്ടത്. നിങ്ങൾക്കെന്നെ പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാം, എന്നാൽ നിങ്ങളിപ്പോൾ കളിക്കുന്ന കളി നല്ലതിനായിരിക്കില്ല എന്ന് കൗൺസിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തനിക്ക് നഷ്ടപ്പെടാൻ ഒരു കുന്തവുമില്ല, മുകളിൽ ആകാശം താഴെ ഭൂമി, പക്ഷേ നിങ്ങൾക്കങ്ങനെയല്ല. എനിക്ക് വലിയ രാഷ്ട്രീയ ഭാവിയില്ലെന്നറിയാം. കൗൺസിലർ ആ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദരേഖയിൽ നിന്ന്. അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കടയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ചെയർപേഴ്സണ് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. നിങ്ങൾക്കിവിടുത്തെ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ പറയും. അടൂർ ടൗണിൽ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ചെയർപേഴ്സണും ശിങ്കിടിമാരുമാണ്. റോണി വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദരേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇക്കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ റോണി ഈ കടയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് ദിവ്യ റെജി മുഹമ്മദ് മറുപടിയും പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ഒരു വാഗ്വാദമുയർന്നു. നഗരത്തിൽ ക്യാമറയും വെളിച്ചവും വേണമെന്ന് ഒട്ടേറെ തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ പരിഹാരവുമില്ല എന്നാണ് റോണി വ്യക്തമാക്കുന്നത്. കൗൺസിലർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദരേഖ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലഹരി മാഫിയയുമായി തനിക്ക് ബന്ധമില്ല. ആരോപണം ഉന്നയിച്ച കൗൺസിലർക്കെതിരെ CPM നേതൃത്വത്തിന് പരാതി നൽകും. അയാൾക്കെതിരെയുള്ള നടപടി പാർട്ടി തീരുമാനിക്കട്ടെ. ഞാനൊരു വനിതയും അമ്മയുമാണ്. ലഹരി മാഫിയയ്ക്ക് കൂട്ടുനിൽക്കേണ്ട ആവശ്യമില്ല. ലഹരി മാഫിയയ്ക്കെതിരെ നിയമപാലകർ നടപടി സ്വീകരിക്കട്ടെ. തെളിവുണ്ടെങ്കിൽ കൗൺസിലർ ഹാജരാക്കട്ടെ. ദിവ്യ റെജി മുഹമ്മദ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇതിന് പിന്നാലെ അടൂർ നഗരസഭയിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തി. ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അടൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് ഉപരോധം സംഘടിപ്പിച്ചു. CPM കൗൺസിലറുടെ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭ ഉപരോധിച്ചത്. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഗ്രില്ല് തുറന്ന് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമങ്ങളും നടത്തി. ലഹരി കച്ചവടമുണ്ട് എന്ന് പറയുന്ന കടയ്ക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചുവെന്ന് പിന്നീട് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. ആവേശമൂത്ത് റോണി പലതും പറയും. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ഭാഗങ്ങളിലായി പല പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കൊല്ലത്ത് CPM പ്രവർത്തകൻ്റെ ഗോഡൌണിൽ നിന്ന് വൻതോതിൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഇക്കഴിഞ്ഞയാഴ്ചയാണ് പിടികൂടിയത്. ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി ദീപുവിൻ്റെ ഗോഡൌണിൽ നിന്നാണ് 50 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത്. പോലീസിനെ കണ്ടതോടെ ഇയാൾ ഓടിക്കളഞ്ഞിരുന്നു. കൈരളി ഫുഡ്സ് എന്ന കടയുടെ ഗോഡൌണിലാണ് ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വൻതോതിൽ ലഹരി വിൽപ്പന നടത്തിവരികയായിരുന്നു ഇയാൾ. വിപണിയിൽ 23 ലക്ഷം രൂപ വില വരുന്ന നിരോധിത ലഹരി പദാർത്ഥങ്ങളാണ് ദീപുവിൻ്റെ ഗോഡൌണിൽ നിന്നും പിടികൂടിയത്. ഇതിനേക്കാൾ നടക്കുന്ന ഒരു വാർത്ത 6 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കേട്ടു. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ ഒരു വിഭാഗം CPMകാരും യുവജന സംഘടനാ പ്രവർത്തകരും ലഹരി മാഫിയയിലെ കണ്ണികളാണ് എന്ന് നടുക്കുന്ന വിവരം. MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് പിടിയിലായത്. ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് J ആണ് സൗത്ത് പോലീസിൻ്റെ പിടിയിലായത്. SFI മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു വിഘ്നേഷ്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിഘ്നേഷിൽ നിന്ന് 0.24 ഗ്രാം MDMAയും 2 സിറിഞ്ചുകളും കണ്ടെത്തി. വിഘ്നേഷ് ഉപയോഗവും വിൽപ്പനയുമുണ്ടെന്നാണ് പോലീസ് പിന്നീട് വിശദീകരിച്ചത്.
ഹരിപ്പാടിൽ നിന്നും മറ്റൊരാളെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്നാണ് വിഘ്നേഷിൻ്റെ വിവരങ്ങൾ പോലീസിന് മനസ്സിലായത്. MDMA വിഘ്നേഷാണ് നൽകിയത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിഘ്നേഷിനെ വളയുകയായിരുന്നു പോലീസ്. കേരള യൂണിവേഴ്സിറ്റി മുൻ യൂണിയൻ കൗൺസിലർ കൂടിയാണ് ഇയാൾ. ആലപ്പുഴയിൽ CPMൻ്റെയും DYFIയുടെയും ഒക്കെ ഒരു വിഭാഗം പ്രവർത്തകർ ലഹരി മാഫിയയിലെ കണ്ണികളാണ് എന്ന് BJP തുടർച്ചയായി ആരോപണമുന്നയിച്ചു വരുന്നു. മുൻപ് ലഹരിക്കടത്തിന് വാഹനം വിട്ടു നൽകിയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗമായ ആലപ്പുഴ നഗരസഭാ കൗൺസിലർ ഇപ്പോഴും പാർട്ടിയിൽ സജീവമായി തുടരുന്നു. മുൻ SFI നേതാവിൽ നിന്ന് മാരകമായ MDMA പിടികൂടിയ സാഹചര്യത്തിൽ ഇയാളുമായി ബന്ധമുള്ള മറ്റ് SFIക്കാരുടെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസും BJPയും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. പലതലങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾ കൂടി ഉൾപ്പെട്ട വലിയ മാഫിയ സംഘമാണ് ഇപ്പോൾ ലഹരിക്കടത്തും മയക്കുമരുന്ന് കച്ചവടവുമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പിടികൂടാൻ പോലീസ് പോലും ഭയക്കുന്നു. അടൂർ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെയുള്ള ഈ ആരോപണം അത്ര ചെറുതല്ല. ഗുരുതരമായ ആരോപണത്തിന് നിജസ്ഥിതി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.